മലയാള സിനിമയിലെ പ്രശസ്തനായ നടനും ഹാസ്യനടനുമായ സലിം കുമാർ അന്തരിച്ചുവെന്ന വാർത്ത സിനിമ ലോകത്തെയും ആരാധകരെയും വലിയ ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ്. റിപ്പോർട്ടുകൾ പ്രകാരം അദ്ദേഹം 2026 ജൂൺ 6 കൊച്ചിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ വെച്ചാണ് അന്തരിച്ചത്. അദ്ദേഹത്തിന് ഏകദേശം 56 വയസ്സ് പ്രായമുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മരണത്തിന് പ്രധാന കാരണം ഹൃദയാഘാതം മെറിലിയം ഡെയ്ഡ് ആണെന്ന് അറിയിക്കുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം അദ്ദേഹം ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടിരുന്നു. അവസ്ഥ ഗുരുതരമായതിനെ തുടർന്ന് ഡോക്ടർമാർ അദ്ദേഹത്തെ വെന്റിലേറ്റർ സഹായത്തിൽ വെച്ചിരുന്നു. ഡോക്ടർമാരുടെ എല്ലാ ശ്രമങ്ങളും ഫലം കാണാതെ അദ്ദേഹം അന്തരിക്കുകയായിരുന്നു. സലിം കുമാറിന്റെ ആരോഗ്യസ്ഥിതി കഴിഞ്ഞ ചില വർഷങ്ങളായി സ്ഥിരതയില്ലാത്തതായിരുന്നു. പ്രത്യേകിച്ച് ലിവർ സംബന്ധമായ രോഗങ്ങൾ അദ്ദേഹത്തെ ഏറെ ബുദ്ധിമുട്ടിച്ചിരുന്നു. അദ്ദേഹത്തിന് മുമ്പ് ലിവർ സിറോസിസ് സ്ഥിരീകരിച്ചിരുന്നു, കൂടാതെ ഒരു ലിവർ ട്രാൻസ്പ്ലാന്റും നടത്തിയിരുന്നു. ഈ ആരോഗ്യ പ്രശ്നങ്ങൾ അദ്ദേഹത്തിന്റെ ശരീരശക്തിയെ കുറച്ചുകൊണ്ടിരുന്നു. പിന്നീട് ഇത് ഗുരുതരമായ അവസ്ഥയിലേക്ക് മാറി. സലിം കുമാർ ഒരു ഹാസ്യനടൻ മാത്രമല്ല, മറിച്ച് വളരെ വൈവിധ്യമാർന്ന കഴിവുകളുള്ള ഒരു നടനായിരുന്നു. തന്റെ കരിയറിൽ 300-ലധികം സിനിമകളിൽ അഭിനയിച്ച അദ്ദേഹം മലയാള സിനിമയിലെ ഏറ്റവും ജനപ്രിയ താരങ്ങളിൽ ഒരാളായിരുന്നു.